ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. എന്താണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ? അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനും അതിൽ വരുന്ന കമ്പോണൻസുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ എന്താണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ എങ്ങനെയാണ്? ഒരാൾ സംസാരിക്കുന്നു, മറ്റൊരാൾ കേൾക്കുന്നു, അല്ലേ? അപ്പോൾ അതുപോലെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ഡിവൈസസ് വെച്ച് അല്ലെങ്കിൽ രണ്ട് ഡിവൈസസിൻ്റെ ഇടയിൽ ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യാണ്. ഓക്കെ, രണ്ട് ഡിവൈസസ് ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ അതിനിടയിൽ അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസ്മിഷൻ മീഡിയം വേണം. അതായത് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മീഡിയം വേണം. ആ മീഡിയം എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു കേബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഓൺ എയർ ആയിട്ടുള്ള ട്രാൻസ്മിഷനും ഉണ്ട്. ഇപ്പോൾ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, രണ്ടുപേരിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ്? ഓൺ എയർ ആണല്ലേ. ട്രാൻസ്മിഷൻ മീഡിയം എന്ന് പറയുന്നത് അവിടെ എയർ ആണ്. അപ്പോൾ ഇവിടെ ഡാറ്റ കമ്മ്യൂണിക്കേഷനിൽ ട്രാൻസ്മിഷൻ മീഡിയം എന്ന് പറയുന്നത് അതിനൊരു എക്സാമ്പിളാണ് വയർ കേബിളൊക്കെ ആവാം, ഫൈബർ ഒപ്റ്റിക് കേബിൾ പോലുള്ള കേബിൾസ് ആവാം, അല്ലെങ്കിൽ ട്വിസ്റ്റഡ് പെയർ കേബിൾസ്, അങ്ങനെ ഒരുപാട് ട്രാൻസ്മിഷൻ മീഡിയംസ് വരുന്നുണ്ട്. അപ്പോൾ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്മിഷൻ മീഡിയം യൂസ് ചെയ്തിട്ട് രണ്ട് ഡിവൈസസിനിടയിൽ ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ്. ആ ഒരു പ്രോസസ്സാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഒരു എഫക്റ്റീവായിട്ടുള്ള ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഡിപ്പെൻഡ് ചെയ്യുന്നത് 4 ക്യാരക്ടറിസ്റ്റിക്സിനെയാണ്. 4 ഫണ്ടമെൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് ഉള്ളത്. അതേതൊക്കെയാണ്? 1 ഡെലിവറി, 2 ആക്യുറസി, തേർഡ് വൺ ടൈംലിനെസ്, 4ാമത്തത് ജിറ്റർ. അപ്പോൾ അതിൽ 1ാമത്തത് ഡെലിവറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഡാറ്റ ഡെലിവർ ചെയ്യണമല്ലേ. ഒരു സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് ഡാറ്റ ഡെലിവർ ചെയ്യണം. അതെങ്ങനെയായിരിക്കണം? കറക്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് തന്നെ ഡെലിവർ ചെയ്യണം. അതായത് ഏത് ഡിവൈസിലേക്കാണോ എത്തേണ്ടത്, ഡാറ്റ റിസീവ് ചെയ്യേണ്ട ഡിവൈസ് ഏതാണോ അതിലേക്ക് തന്നെ എത്തണം. അല്ലെങ്കിൽ ഏത് യൂസറിലേക്കാണോ ആ യൂസറിന് തന്നെ ഡാറ്റ ഡെലിവർ ചെയ്ത് കൊടുക്കണം. അതാണ് എന്ത്? ഡെലിവറി. ദെൻ ആക്യുറസി എന്ന് പറഞ്ഞാൽ എന്താണ്? കറക്റ്റായിട്ട് എത്തണം, അല്ലേ. അതായത് നമ്മൾ എങ്ങനെയാണോ ഡെലിവർ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഡാറ്റ നമ്മൾ എന്താണോ ഡെലിവർ ചെയ്തത്, എന്ത് ഡാറ്റയാണോ ചെയ്തത് അത് അതേപോലെ തന്നെ എത്തണം. അതായത് അതിൽ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യാനും പാടില്ല ഇടയിൽ. അതായത് ട്രാൻസ്മിഷൻ മീഡിയത്തിൽ ഇവിടെ പാസ് ചെയ്യുന്നതിനിടയിൽ ആരും വേറൊരു യൂസറോ അൺഓതറൈസ്ഡ് ആയിട്ടുള്ളൊരു യൂസർ കയറിയിട്ട് അതിനകത്ത് ഡാറ്റ ഓൾട്ടർ ചെയ്യാൻ പാടില്ല. അതായത് എക്സ്ട്രാ ഡാറ്റ ആഡ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഉള്ളതിൽ നിന്ന് എന്തെങ്കിലും കുറയ്ക്കാനൊന്നും പാടില്ല. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഓൾട്ടർ ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ്? ഡാറ്റ തെറ്റാണ്, അല്ലേ. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്ത ഡാറ്റ തെറ്റാണ്, അത് അൺയൂസബിളാണ്. അപ്പോൾ 1 ഡെലിവറി, 2ാമത്തതാണ് ആക്യുറസി, ഫണ്ടമെൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ്. ദെൻ തേർഡ് വൺ ആണ് ടൈംലിനെസ്. അത് ടൈംലി മാനറിൽ ഡാറ്റ ഡെലിവർ ചെയ്യണം. അത് എത്തേണ്ട സമയത്ത് തന്നെ ഡാറ്റ എത്തണം. ലേറ്റായിട്ട് എത്തിക്കഴിഞ്ഞാൽ അതെന്താണ്? യൂസ്ലെസ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓഡിയോ വീഡിയോൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഡാറ്റ ഒരു വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ആണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ടൈമിൽ തന്നെ എത്തണം. ഇപ്പോൾ വീഡിയോ ഒക്കെ ആണെങ്കിൽ കുറച്ച് ഡിലേ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ ആ ഒരു നല്ല കംഫർട്ടായി തോന്നില്ല, അല്ലേ. അതായത് ടൈംലിനെസ് കീപ്പ് ചെയ്യണം. കറക്റ്റ് ടൈമിൽ തന്നെ സാധനം അവിടെ എത്തണം. വീഡിയോ ആണെങ്കിലും ഓഡിയോ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ടെക്സ്റ്റ് ഒക്കെ ആണെങ്കിൽ അത് അത്ര വലിയ പ്രോബ്ലമായി വരില്ല. പക്ഷേ വീഡിയോൻ്റെയും ഓഡിയോൻ്റെയും കേസിലാണ് അങ്ങനെ വരിക. എങ്ങനെയാണോ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഡെലിവർ ചെയ്യണം. ഏത് ഓർഡറിലാണോ അതേ ഓർഡറിൽ തന്നെ ഡെലിവർ ചെയ്യണം, ഡിലേ ഒന്നും ഇല്ലാതെ. അപ്പം അങ്ങനെ ഡെലിവർ ചെയ്യുന്നതിനെയാണ് റിയൽ ടൈം ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ജിറ്റർ എന്ന് പറഞ്ഞാൽ പാക്കറ്റ് അറൈവൽ ടൈമിൽ വരുന്ന വേരിയേഷനാണ്. അത് ഫോർ എക്സാമ്പിൾ വീഡിയോൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് പാക്കറ്റ്സ് ആയിട്ട് സെൻഡ് ചെയ്യും. വീഡിയോൻ്റെ കേസിൽ മാത്രമല്ല, അല്ലാതെയും നമ്മൾ മെസ്സേജ് ആണെങ്കിലും പാക്കറ്റായിട്ട് സെൻഡ് ചെയ്യുന്നതുണ്ട്. പാക്കറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡാറ്റ ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന്, അതിലൊരു പാർട്ടിന് നമുക്ക് എന്ത് പറയാം? പാക്കറ്റ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ ഓരോ പാക്കറ്റും സെൻഡ് ചെയ്യുമ്പോൾ വല്ലാതെ ഡിലേ വരരുത്. ഓരോ പാക്കറ്റും അറൈവ് ചെയ്യുന്നിടത്ത് വരുന്ന വേരിയേഷനെയാണ് ജിറ്റർ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു വീഡിയോ ആണെങ്കിൽ ഓരോ പാക്കറ്റും സെൻഡ് ചെയ്യുന്നത് ഒരു 3 സെക്കൻഡ്
ഇടവിട്ടിട്ടാണ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇടയിൽ ചില വീഡിയോസ് ഒരു 10 സെക്കൻഡ് ഇടവിട്ടിട്ട് സെൻഡ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഒരു അൺഈവൺ ഡിലേ ആണ് അവിടെ വരുന്നത്, അല്ലേ? അത് കറക്റ്റായിട്ട് ഡെലിവർ ആവുന്നില്ല. അപ്പോൾ അതിനെയാണ് ജിറ്റർ എന്ന് പറയുന്നത്. ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ജിറ്റർ, അതായത് അത് ഒഴിവാക്കിയിട്ട് ചെയ്യുന്നത്, ഡാറ്റ സെൻഡ് ചെയ്യാം. അപ്പോൾ അത്രയാണ് ഫണ്ടമെൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ഒന്നാമത്തെ ഡെലിവറി, രണ്ടാമത്തത് ആക്യുറസി, ടൈംലിനെസ്, ആൻഡ് ഫോർത്ത് വൺ ജിറ്റർ. ദെൻ കമ്പോണൻസ്. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ 5 കമ്പോണൻസ് ആണുള്ളത്. ആ 5 കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് ആ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു സെൻഡറിനും റിസീവറിനും ഇടയിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, ഒരു ട്രാൻസ്മിഷൻ മീഡിയം വഴി ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അതൊക്കെ തന്നെയാണ് ആ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ്. അതായത് ഒന്നാമത്തെ കമ്പോണൻ്റാണ് സെൻഡർ, രണ്ടാമത്തെ കമ്പോണൻ്റാണ് റിസീവർ, ദെൻ ഒരു ട്രാൻസ്മിഷൻ മീഡിയം ഉണ്ടാവും, അത് മൂന്നാമത്തെ കമ്പോണൻറ്റ്, നാലാമത്തെ കമ്പോണൻറ്റ് ഒരു മെസ്സേജ്, അത് നമ്മൾ എന്ത് ഡാറ്റയാണോ സെൻഡ് ചെയ്യുന്നത് അത് മെസ്സേജ്. ദെൻ അഞ്ചാമത്തെ കമ്പോണൻ്റാണ് പ്രോട്ടോക്കോൾ. പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾസ് ആണ്. ഇത് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ട സെറ്റ് ഓഫ് റൂൾസ്, അതിനെയാണ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയുമാണ് ഡാറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ 5 കമ്പോണൻസ്. അപ്പോൾ അത് ഓരോന്നും എങ്ങനെയാണെന്ന് നോക്കാം. മെസ്സേജ് ഒരു കമ്പോണൻ്റാണ് മെസ്സേജ്, അല്ലേ? മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ. നമ്മൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതാണ് മെസ്സേജ്. മെസ്സേജ് അല്ലെങ്കിൽ ആ ഇൻഫോർമേഷൻ ഡിഫറെൻറ്റ് ഫോംസിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ടെക്സ്റ്റ്, നമ്പേഴ്സ്, പിക്ചേഴ്സ്, ഓഡിയോ, വീഡിയോ, ആ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഡാറ്റേനെ റെപ്രസെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ മെസ്സേജിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ സെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് ഡിവൈസാണോ സെൻഡ് ചെയ്യുന്നത്, മെസ്സേജ് സെൻഡ് ചെയ്യുന്നത്, അതാണ് എന്ത്? സെൻഡർ എന്ന് പറയുന്നത്. അത് കമ്പ്യൂട്ടർ ആവാം, വർക്ക് സ്റ്റേഷൻ, ടെലിഫോൺ ഹാൻഡ്സെറ്റ്, വീഡിയോ ക്യാമറ, അതൊക്കെ എന്താവാം? സെൻഡർ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ സെൻഡറിൻ്റെ എക്സാമ്പിൾസ് ആണ്. അതുപോലെ റിസീവർ എന്ന് പറഞ്ഞാൽ സെൻഡർ സെൻഡ് ചെയ്യുന്ന ഡാറ്റ ആരാണോ റിസീവ് ചെയ്യുന്നത് അയാളാണ് ആര്? ആ ഡിവൈസാണ് ആര്? റിസീവർ എന്ന് പറയുന്നത്. അതും റിസീവർ എന്തൊക്കെയാവാം? കമ്പ്യൂട്ടർ ആവാം, വർക്ക് സ്റ്റേഷൻ, ടെലിഫോൺ ഹാൻഡ്സെറ്റ്, ടെലിവിഷൻ, അതൊക്കെ ആവാം റിസീവറിൻ്റെ എക്സാമ്പിൾസ്. ദെൻ ട്രാൻസ്മിഷൻ മീഡിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫിസിക്കൽ പാത്താണ്. അതായത് സെൻഡറിനും റിസീവറിനും ഇടയിൽ മെസ്സേജ് ട്രാവൽ ചെയ്യാൻ വേണ്ട ആ ഒരു ഫിസിക്കൽ പാത്തിനെ പറയുന്ന പേരാണെന്ത്? ട്രാൻസ്മിഷൻ മീഡിയം എന്ന് പറയുന്നത്. ട്രാൻസ്മിഷൻ മീഡിയത്തിന് എക്സാമ്പിൾസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ട്വിസ്റ്റഡ് പെയർ കേബിള്, ഫൈബർ ഒപ്റ്റിക് കേബിള്, കോയാക്സിയൽ കേബിള്, റേഡിയോ വേവ്സ്. അപ്പോൾ അതൊക്കെയാണ് ട്രാൻസ്മിഷൻ മീഡിയത്തിന് എക്സാമ്പിൾസ്. അത് മെസ്സേജ് ട്രാവൽ ചെയ്യാൻ വേണ്ട ഫിസിക്കൽ പാത്ത്, അതിനെയാണ് ട്രാൻസ്മിഷൻ മീഡിയം എന്ന് പറയുന്നത്. ദെൻ അഞ്ചാമത്തേതാണ് പ്രോട്ടോക്കോൾ. അഞ്ചാമത്തെ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ കമ്പോണൻ്റ് ആണ് പ്രോട്ടോക്കോൾ. പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു സെറ്റ് ഓഫ് റൂൾസ് ആണ്. ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ട ആവശ്യമായ സെറ്റ് ഓഫ് റൂൾസിനെയാണ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. രണ്ട് കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസസിന് ഇടയ്ക്കാണല്ലോ നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുക. ഇതൊരു സെൻഡറിനും റിസീവറിനും ഇടയിലാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പോൾ ആ സെൻഡറും റിസീവറും കൂടെ എഗ്രി ചെയ്യേണ്ട ചില റൂൾസ് ഉണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഫ്രഞ്ച് സംസാരിക്കുന്ന ആളും ജാപ്പനീസ് സംസാരിക്കുന്ന ആളും രണ്ടുപേരെയും തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം? കണക്റ്റ് ചെയ്യാം. പക്ഷേ അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഫ്രഞ്ച് സംസാരിക്കുന്ന ആൾക്ക് ഫ്രഞ്ച് മാത്രമേ അറിയുള്ളൂ, ജാപ്പനീസ് അറിയില്ല. അതേപോലെ ജാപ്പനീസ് സംസാരിക്കുന്ന ആൾക്ക് ഫ്രഞ്ച് അറിയില്ല. അപ്പോൾ അവർ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാം? കണക്റ്റ് ചെയ്യാം. പക്ഷേ ആ ഒരു പ്രോട്ടോക്കോൾ ഇല്ല അവിടെ, അല്ലേ? അവർക്ക് രണ്ട് പേർക്കും കൂടി ആയിട്ട് അവിടെ ഒരു റൂളില്ല. റൂൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ ലാംഗ്വേജ് ആണല്ലേ. ഇവരുടെ കേസിൽ ഈ ഒരു എക്സാമ്പിൾ എന്താണ്? ലാംഗ്വേജ് ആണ്. രണ്ടുപേർക്കും കൂടെ കോമൺ ആയിട്ടൊരു റൂളില്ല. അത് കോമൺ ആയിട്ടൊരു ലാംഗ്വേജ് ഇല്ല അവർക്ക്. അപ്പോൾ അവർക്ക് കണക്റ്റ് ചെയ്യാം, പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അതാണ് പ്രോട്ടോക്കോൾ, അഞ്ചാമത്തെ കമ്പോണൻറ്റ്. ദെൻ ഡാറ്റ റെപ്രസെൻറ്റേഷൻ. ഡാറ്റാസ് നമുക്ക് ഡിഫറെൻറ്റ് രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അത് നമ്മൾ സെൻഡ് ചെയ്യുന്ന മെസ്സേജ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ, അത് ടെക്സ്റ്റ് ആവാം, നമ്പേഴ്സ് ആവാം, ഇമേജസ്, ഓഡിയോ, വീഡിയോ, ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് ഡാറ്റേനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഒന്നാമത്തതാണ് ടെക്സ്റ്റ്. ടെക്സ്റ്റിനെ നമുക്ക് ഡിഫറെൻറ്റ് ബിറ്റ് പാറ്റേൺസ് ആയിട്ട്, അതായത് ബിറ്റുകളായിട്ട്, കോമ്പിനേഷൻ ഓഫ് ബിറ്റായിട്ട്, സീക്വൻസ് ഓഫ് ബിറ്റായിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. 0, 1 ആ ഒരു ഫോമിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സെറ്റ് ഓഫ് ബിറ്റ് പാറ്റേൺസിനെ ആണ് നമ്മൾ ടെക്സ്റ്റ് സിമ്പിൾസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി, റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. സെറ്റ് ഓഫ്
ബിറ്റ് പാറ്റേൺസ്. അപ്പോൾ ഇങ്ങനെ ഈ ബിറ്റ് പാറ്റേൺസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, കോഡ് എന്ന് പറയുന്നത്. അതായത് സെറ്റ് ഓഫ് ബിറ്റ് പാറ്റേൺസ്, ആ ഒരു സെറ്റിനെ എന്ത് പറയാം, നമുക്ക് കോഡെന്ന് പറയാം. ഈ ടെക്സ്റ്റ് സിമ്പിൾസിനെ കോഡായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ കോഡിംഗ് എന്നും പറയാം. ഓക്കെ, ബിറ്റ് പാറ്റേൺസിനെ ഇങ്ങനെ ഒരു സെറ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതിന് കോഡെന്ന് പറയാം. അതായത് ഓരോ സെറ്റിനെ നമുക്ക് എന്ത് പറയാം, കോഡെന്ന് പറയാം. ആ ഒരു പ്രോസസ്സിനെ, ടെക്സ്റ്റ് സിമ്പിൾസിനെ ഇങ്ങനെ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ബിറ്റ് പാറ്റേൺസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ കോഡിംഗ് എന്നും പറയാം. ദെൻ രണ്ടാമത്തെ ഡാറ്റ റെപ്രസെൻറ്റേഷൻ ആണ് നമ്പേഴ്സും ഇതേപോലെ തന്നെ ബിറ്റ്സ് ആയിട്ട് തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്യുക, സീക്വൻസ് ഓഫ് ബിറ്റ്സ്, സീറോസ് വൺസ്. അതുപോലെ ഇമേജസ് നമുക്ക് ബിറ്റ് പാറ്റേൺസ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ പറയുകയാണെങ്കിൽ ഇമേജ് എന്ന് പറയുന്നത് എന്താണ്, പിക്സലാണല്ലേ. അത് നമുക്ക് സൂം ചെയ്ത് നോക്കിയാൽ കാണാം, നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പിക്സലായിട്ടാണ്. അതായത് കോമ്പിനേഷൻ ഓഫ് പിക്സൽ അല്ലെങ്കിൽ ഒരു മെട്രിക്സ് ഓഫ് പിക്സലാണ് ഒരു ഇമേജ് എന്ന് പറയുന്നത്. അതിൽ ഓരോ പിക്സലും എന്താണ്, ഓരോ ചെറിയ ഡോട്ടുകളാണ്. ഒരു ഇമേജിലെ ഏറ്റവും സ്മോളസ്റ്റ് കമ്പോണൻ്റ് ആണെന്ത്, പിക്സൽ. അതിൽ ഓരോ പിക്സലിൻ്റെയും സൈസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഇമേജിൻ്റെ റെസൊല്യൂഷനെ ആയിരിക്കും. അപ്പോൾ ഇമേജ് നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, ബിറ്റ് പാറ്റേൺസ് ആയിട്ട് അല്ലെങ്കിൽ സ്മോളസ്റ്റ് ഫോം എടുത്ത് നോക്കുകയാണെങ്കിൽ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, സ്മോൾ ഡോട്ടുകളായിട്ട് അല്ലെങ്കിൽ പിക്സലായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. then ഓഡിയോ എന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ് ആണല്ലേ, അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ്, സൗണ്ട് അല്ലെങ്കിൽ മ്യൂസിക്കിനെ റെക്കോർഡ് ചെയ്യുക അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതാണ് ഓഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓഡിയോ എന്ന് പറയുന്നത് നമുക്ക് സിഗ്നലായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുക. അതായത് ടെക്സ്റ്റ്, നമ്പേഴ്സ്, ഇമേജ് അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതാണ് ഓഡിയോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും. അപ്പോൾ അതിനെ നമുക്ക് സിഗ്നലായിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ കണ്ടിന്യൂസ് സിഗ്നൽ അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് സിഗ്നലായിട്ടാണ് ഓഡിയോനെ റെപ്രസെൻ്റ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് റെപ്രസെൻറ്റേഷനാണ് വീഡിയോ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു മൂവി റെക്കോർഡ് ചെയ്യുക, ബ്രോഡ്കാസ്റ്റ് ചെയ്യുക, അതാണ് വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീഡിയോ കണ്ടിന്യൂസ് എൻറ്റിറ്റി ആയിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കുറേ ഇമേജസിൻ്റെ ഒരു കോമ്പിനേഷനായിട്ടും ചെയ്യാം. ഏത് രീതിയാണെങ്കിലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, മോഷൻ എന്നൊരു കൺസെപ്റ്റാണ് അവിടെ കൺവേ ചെയ്യുന്നത്. വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, മോഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റാണ് അല്ലേ. അതായത് ഒന്നെങ്കിൽ ഒരു കണ്ടിന്യൂസ് എൻറ്റിറ്റി ആയിട്ട് വീഡിയോനെ റെപ്രസെൻ്റ് ചെയ്യാം, അതല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഇമേജസ് ആയിട്ടും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ ഡാറ്റ ഫ്ലോ. രണ്ട് ഡിവൈസിനിടയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ ഡാറ്റ എങ്ങനെ പാസ് ചെയ്യുന്നത്, ആ ഒരു ഡാറ്റ ഫ്ലോ എങ്ങനെ നടക്കുന്നത്, അതിന് 3 രീതികളാണുള്ളത്. സിംപ്ലെക്സ്, ഹാഫ് ഡ്യൂപ്ലെക്സ് അല്ലെങ്കിൽ ഫുൾ ഡ്യൂപ്ലെക്സ്. സിംപ്ലെക്സ് മോഡ് എന്ന് പറഞ്ഞാൽ, സിംപ്ലെക്സ് മോഡിൽ കമ്മ്യൂണിക്കേഷൻ യൂണി ഡയറക്ഷണലായിരിക്കും. അതായത് ഒരു വൺ വേ സ്ട്രീറ്റ് പോലെ. രണ്ട് ഡിവൈസസിൽ ഒരു ഡിവൈസിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക, ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുക, മറ്റേ ഡിവൈസിനെ റിസീവ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. എല്ലാ സമയത്തും അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, യൂണി ഡയറക്ഷണലായിരിക്കും. ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈമിൽ റിസീവ് ചെയ്യാൻ പറ്റും, അറ്റ് എ ടൈമിൽ സെൻഡ് ചെയ്യാനും പറ്റും. അതായത് ഇപ്പോൾ സ്റ്റേഷൻ 1 ഒരു സെൻറ്ററായിട്ടാണ് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റേഷൻ 2 റിസീവറായിട്ടും ആയിരിക്കും. എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം സ്റ്റേഷൻ 1 വേണമെങ്കിൽ റിസീവറായിട്ടും സ്റ്റേഷൻ 2 സെൻറ്ററായിട്ടും ആക്ട് ചെയ്യാൻ സാധിക്കും. അതാണ് ഹാഫ് ഡ്യൂപ്ലെക്സ്. അതായത് ഒരു സ്റ്റേഷന് ട്രാൻസ്മിറ്റ് ചെയ്യാനും അത് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും സാധിക്കും, പക്ഷേ സെയിം ടൈമിലല്ല. ഡിഫറെൻറ്റ് ടൈമിൽ സെൻറ്ററായിട്ടും റിസീവറായിട്ടും ആക്ട് ചെയ്യാൻ സാധിക്കും. അതാണ് ഹാഫ് ഡ്യൂപ്ലെക്സ് മോഡ്. അതായത് ഡയറക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും, പക്ഷേ സെയിം ടൈമിലല്ല. ദെൻ ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റേഷനും ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും സാധിക്കും സെയിം ടൈമിൽ തന്നെ, അത് സൈമൾട്ടേനിയസ് ആയിട്ട് സെയിം ടൈമിൽ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യാനും റിസീവ് ചെയ്യാനും പറ്റുന്നതാണ് ഫുൾ ഡ്യൂപ്ലെക്സ്. റിസീവ് ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റും, പക്ഷേ സെയിം ടൈമിലല്ല, അതാണ് ഹാഫ് ഡ്യൂപ്ലെക്സ്. സിംപ്ലെക്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഡിവൈസിൽ ഒന്നിന് ഫുൾ ടൈം എപ്പോഴും അങ്ങനെ തന്നെ പറ്റുള്ളൂ, എങ്ങനെ സെൻഡ് ചെയ്യാൻ മാത്രം, ഒന്നിന് റിസീവ് ചെയ്യാൻ മാത്രം. അതാണ് എന്ത് സിംപ്ലെക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫിഗറാണിത്. ഇതിൽ സിംപ്ലെക്സ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, മെയിൻ ഫ്രെയിമും ഉണ്ട് മോണിറ്ററും ഉണ്ട്. ഇത് മെയിൻ ഫ്രെയിം എപ്പോഴും എന്താണ് സെൻറ്ററാണ്, മോണിറ്റർ എപ്പോഴും റിസീവറാണ്, ഫുൾ ടൈം എപ്പോഴും അത് അങ്ങനെ തന്നെ ആയിരിക്കും, മാറ്റമൊന്നും ഉണ്ടാവില്ല. ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ ടൈം 1 വർക്ക് സ്റ്റേഷൻ 1 ആണ് എന്ത് സെൻറ്റർ, അപ്പോൾ സ്റ്റേഷൻ 2 എന്താണ് റിസീവറാണ്.
എന്നാൽ ടൈം 2 ഡയറക്ഷൻ ഓഫ് ഡാറ്റ ടൈം 2 ഉണ്ടോ? അപ്പോൾ ടൈം 2 സമയത്ത് എന്താണ്, സ്റ്റേഷൻ 2 ആണ് സെൻറ്റർ, സ്റ്റേഷൻ 1 റിസീവറുമാണ്. അതുപോലെ ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എങ്ങനെയാണ്, സ്റ്റേഷൻ 1നും 2നും സെൻറ്ററായിട്ടും റിസീവറായിട്ടും ആക്ട് ചെയ്യാൻ സാധിക്കും. അതാണ് ഫുൾ ഡ്യൂപ്ലെക്സ്.